ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദു പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. അടുത്ത വാക്യത്തില്, അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു, അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ഇവിടെ ചില മുന്നറിയിപ്പുകളാണ് അപ്പോസ്തലനായ പൗലോസ് താൻ അറിയിക്കുന്നത്. ജീവിതമാകുന്ന ഓട്ടം, ആ ഓട്ടത്തിന്റെ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നിത്യതയാണ്. തൽക്കാലത്തേക്ക് ഈ ലോകത്തിൽ നമ്മെ ദൈവമാക്കിയിരിക്കുന്നു. പക്ഷെങ്കിൽ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ തന്നെ ഇവിടെ വായിച്ചതുപോലെ അംഗം പൊരുതുന്നവൻ സകലത്തിലും വർജനം ആചരിച്ച് അവൻ ഓടേണ്ടത് ആവശ്യമാണ്. അതേപോലെ ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നെങ്കിലും ഒരുവന് മാത്രമാണ് ബിരുദ് ലഭിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ആരെല്ലാം അതിൻ്റെതായ നിലയിൽ ഓടുമോ, അല്ലെങ്കിൽ വർജനം ആചരിച്ചുകൊണ്ട് ഓടുമോ, അവർക്കൊക്കെ ബിരുദ് പ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പക്ഷെങ്കിൽ നാം ഈ ലോകത്തിൽ നമുക്ക് പലവിധമാകുന്ന തടസ്സങ്ങൾ നമ്മെ അഭിമുഖീകരിക്കും. തടസ്സങ്ങളുണ്ട്. ഈ ലോകം അനേക പ്രതികൂലങ്ങൾ, ഒരുപക്ഷെ അത് പ്രതികൂലമായിട്ട് നമുക്ക് തോന്നത്തില്ല, വളരെ കണ്ണഞ്ചിപ്പിക്കുന്ന മോഹങ്ങള് കാട്ടി ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് കളയുവാനായിട്ട് ശത്രു പരിശ്രമിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്രകാരം ഒരു കഥ, ഒരിക്കൽ കുട്ടനാട്ടിൽ നിന്ന് ചില താറാവ് കൃഷിക്കാര് അവരുടെ വള്ളത്തിൽ താറാവിനെയും കയറ്റി എറണാകുളത്ത് കൊണ്ടുവന്ന് നല്ല വിലയ്ക്ക് വിൽക്കുവാനായിട്ട് ഇടയായിത്തു. നല്ല വിലയെല്ലാം കിട്ടിയതിന്റെ സന്തോഷത്തോടു കൂടെ അവര് ഒരു ഷാപ്പിൽ കയറി അല്പം മദ്യപിച്ച് പൂസായി തിരിച്ച് വരുമ്പോൾ അർദ്ധരാത്രിക്ക് അവര് ഇങ്ങനെ വേമ്പനാട്ട് കായലിൽ കൂടെ ഉള്ള ആ യാത്രാമധ്യേ ഒരു പള്ളിയിൽ പെരുന്നാൾ നടക്കുകയാണ്. നല്ല വെടിക്കെട്ട് അവിടെ നടക്കുന്നുണ്ട്. എലിവാണം, അതേപോലെ കതിന, ചീനവെടി, പൂവ് എന്ന് വേണ്ട, ഇതെല്ലാം കണ്ട് ആകർഷണപ്പെട്ട് അവര് അത് കാണുവാനായിട്ട് അവിടേക്ക് കയറി ചെന്നു. അതെല്ലാം കണ്ട് ആസ്വദിച്ചു. അതിനുശേഷം വീണ്ടും വള്ളത്തിൽ വന്ന് തുഴഞ്ഞ് അവര് യാത്ര ആരംഭിച്ചു. പക്ഷെങ്കില് തലതിരിഞ്ഞ തുഴച്ചിലാണ് അവര് നടത്തിയത്. അവര് നേരം വെളുക്കാറായപ്പോൾ നോക്കിയപ്പോൾ ആ വള്ളം വീണ്ടും എറണാകുളം ജെട്ടിയിലോട്ട് അടുത്ത് ചെല്ലുന്നതാണ് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഒരു കാര്യം നാം മനസ്സിലാക്കണം, ജീവിതത്തിലെ ലക്ഷ്യബോധം തെറ്റിയുള്ളതായ ഓട്ടം, ഇതൊരു കഥയാണെങ്കിലും ഇതാണ് പലപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ലക്ഷ്യബോധം തെറ്റിക്കൊണ്ടുള്ളതായ ഓട്ടം. ചിലപ്പോൾ മയക്കുമരുന്ന് ശത്രു കാണിക്കും, ഈ ലോകമോഹങ്ങൾ കാണിച്ച് പല നിലകളിൽ ലക്ഷ്യം തെറ്റി അനേകരെ ശത്രു നശിപ്പിക്കുന്ന ഒരു പ്രത്യേക തലമുറയിലാണ് നാം ഓരോരുത്തരും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നാം മറന്നു പോകരുത്. കുഞ്ഞുങ്ങളെ പഠിക്കുവാനായിട്ട് കോളേജുകളിൽ വിടുന്നു. കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ അധ്യാപകർ പോലും ഇന്ന് ലക്ഷ്യം തെറ്റി ചിലയിടങ്ങളിൽ മയക്കുമരുന്ന് ലോബികളായി മാറുകയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യം പറയാനുമില്ല. പല നിലകളിലാണ് ഇന്നത്തെ വിദ്യാഭ്യാസ മേഖല മുൻപോട്ട് പോകുന്നത്, ലോകം മുൻപോട്ട് പോകുന്നത്. പല ഫാഷൻ പരേഡുകളിൽ കൂടി ഇന്ന് പലർക്കും
ആ വസ്ത്രധാരണം പോലും ആ വളരെ ലുപ്തിച്ചുള്ളതാകുന്ന വസ്ത്രധാരണം, അഥവാ പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ആൺകുട്ടികൾ ഏതാണ് പെൺകുട്ടികൾ ഏതാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ഓരോ വിധത്തിൽ കോലം കെട്ടിയുള്ളതാകുന്ന നടപ്പുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ചിലപ്പോൾ മാതാപിതാക്കൾ വളരെ വേദനയോടുകൂടി ആയിരിക്കാം ഈ തലമുറയെ നോക്കി കാണുന്നത്. അവരോട് എത്ര പറഞ്ഞാലും അവരനുസരിക്കത്തില്ല. അവർക്ക് വേണ്ടത് ഈ ലോകത്തിലെ മയക്കുമരുന്നുകളോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കൂടിയുള്ളതായ ലക്ഷ്യം തെറ്റിയുള്ളതായ ജീവിതങ്ങൾ, ഇതെല്ലാമാണ് നമുക്കിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, നാം ഓർത്തിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ലക്ഷ്യം തെറ്റിയുള്ളതായ തുഴച്ചിൽ അത് അപകടത്തിൽ കൊണ്ടേ എത്തിക്കത്തുള്ളൂ. അത് ജീവിതം പൂർണ്ണമായി നശിപ്പിച്ചു കളയും, പിച്ചിച്ചീന്തിക്കളയും എന്നുള്ളതായ കാര്യം നാം വിസ്മരിക്കാതെ, ഇവിടെ നാം വായിച്ചതുപോലെ യഥാർത്ഥ ഒരു ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു വ്യക്തി സകലത്തിലും അവൻ വർജനമാചരിച്ച് ഓടേണ്ടത് ആവശ്യം. അതേ ദൈവവചനത്തിൽ അധിഷ്ഠിതമായി നിത്യതയെ ലാക്കാക്കി നമുക്ക് ഓടുവാനായിട്ട് ഇടയായി തീരട്ടെ. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിടുന്നു. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. അബ്രഹാമിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാൽ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ